ഷുവർത്തിയുടെ റൈറ്റ്സിനെ കുറിച്ചാണ്. റൈറ്റ്സ് ഓഫ് ഷുവർത്തി. ഷുവർത്തിക്ക് എന്തെല്ലാം അവകാശങ്ങളാണ് ഉള്ളത് എന്നതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാറുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഷുവർത്തിക്ക് പ്രധാനമായിട്ടും 3 ആളുകളിൽ നിന്നും ചില അവകാശങ്ങളുണ്ട്. 3 ആളുകളിൽ നിന്നും 3 വ്യക്തികളിൽ നിന്നുമാണ് ചില അവകാശങ്ങൾ കിട്ടാനുള്ളത്. അപ്പോൾ നമുക്ക് പറയാം റൈറ്റ്സ് ഓഫ് ഷുവർത്തിയെ നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാം. ആക്ച്വലി ഒന്നാമത്തെ റൈറ്റ് എഗെയിൻസ്റ്റ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്നും റൈറ്റ് എഗെയിൻസ്റ്റ് ദി ക്രെഡിറ്റർ എന്നും റൈറ്റ് എഗെയിൻസ്റ്റ് ദി കോ ഷുവർത്തി എന്നുമായിട്ട് നമുക്ക് തരംതിരിക്കുവാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ദ ഷുവർത്തി ഗെറ്റ്സ് വേരിയസ് റൈറ്റ്. ഷുവർത്തിക്ക് എന്ത് ചെയ്യും? വ്യത്യസ്തമായ അവകാശങ്ങൾ കിട്ടും. ആഫ്റ്റർ മേക്കിംഗ് പേയ്മെന്റ് കൊടുക്കാനുള്ള പ്രിൻസിപ്പൽ ഡെപ്റ്റർ കൊടുക്കാനുള്ള പണം കൊടുത്തതിന് ശേഷമോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡെപ്റ്റർ കൊടുത്തു തീർക്കേണ്ടതായ ബാധ്യതയെ കൊടുത്തു തീർക്കുകയോ ചെയ്താൽ അതോടുകൂടി എന്ത് ചെയ്യും? ഷുവർത്തിക്ക് ചില റൈറ്റുകൾ വന്നു ചേരും. ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രിൻസിപ്പൽ ഡെപ്റ്റർ കൊടുക്കേണ്ടതായ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ചെയ്തു തീർക്കേണ്ടതായ ഒരു കാര്യത്തെ ഷുവർത്തി ചെയ്തു തീർക്കുമ്പോഴോ പ്രിൻസിപ്പൽ ഡെപ്റ്റർ കൊടുത്തു തീർക്കേണ്ടതായ ഒരു ബാധ്യതയെ ചെയ്തു തീർക്കുമ്പോഴോ കൊടുത്തു തീർക്കുമ്പോഴോ ഒക്കെ എന്ത് ചെയ്യുന്നു? അതോട് കൂടിയിട്ട് ഷുവർത്തിക്ക് ചില അവകാശങ്ങൾ വന്നു ചേരുന്നുണ്ട്. ഓക്കെ, ഷുവർത്തിക്കുള്ള അവകാശങ്ങളെ നമ്മൾ 3 ആയി തരംതിരിച്ചു. റൈറ്റ് എഗെയിൻസ്റ്റ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. പ്രിൻസിപ്പൽ ഡെപ്റ്റർക്ക് എതിരെയുള്ള അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡെപ്റ്ററിൽ നിന്നും കിട്ടാനുള്ള അവകാശങ്ങൾ എന്തെല്ലാമാണ്? രണ്ടാമത് റൈറ്റ് എഗെയിൻസ്റ്റ് ക്രെഡിറ്റർ. ക്രെഡിറ്ററിൽ നിന്നും കിട്ടാനുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ റൈറ്റ് എഗെയിൻസ്റ്റ് കോ ഷുവർത്തിയിൽ നിന്നും കിട്ടാനുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ 3 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്ത് പോകാം. ഒന്നാമത് പറയുന്നു ആസ് അഗെയിൻസ്റ്റ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. എന്താണ്? പ്രിൻസിപ്പൽ ഡെപ്റ്ററിൽ നിന്നും എന്താണ് കിട്ടാനുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റൈറ്റ് ഓഫ് സബ്രോഗേഷൻ ആണ് ആദ്യം. If the principal debtor make any default or fails to pay the amount to the creditor, ക്രെഡിറ്റർക്ക് കൊടുക്കാനുള്ള തുകയോ ക്രെഡിറ്ററോട് പ്രോമിസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ചെയ്യാതിരിക്കുകയോ ചെയ്തു ആര്? പ്രിൻസിപ്പൽ ഡെപ്റ്റർ. or the principal debtor fails or neglect or refuse to do something or performing a promise or payment of a liability, payment of a debt. In that case, the surety has the right. Surety step into the shoes of the principal debtor. ശ്രദ്ധിക്കുക, പ്രിൻസിപ്പൽ ഡെപ്റ്റർക്ക് ഒരു ബാധ്യതയെ കൊടുത്തു തീർക്കാൻ സാധിക്കാതെ വന്നാൽ അയാളുടെ സ്ഥാനത്തേക്ക് ആര് വരും? ഷുവർട്ടി വരും. ഷുവർട്ടി സ്റ്റെപ്പ് ഇൻ ടു ദ ഷൂസ് ഓഫ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. പ്രിൻസിപ്പൽ ഡെപ്റ്ററുടെ സ്ഥാനത്തേക്ക് ആര് വരുന്നു? ഷുവർട്ടി വരുന്നു. അതോടുകൂടി എന്ത് ചെയ്യുന്നു? പിന്നീട് ഷുവർട്ടിയാണ് എന്ത് ചെയ്യുന്നത്? ആ ബാധ്യതയെ കൊടുത്തു തീർക്കുന്നതും ആ പൈസ കൊടുക്കുന്നതും ആ പെർഫോം ചെയ്യുന്നതും. അതിന്റെ അർത്ഥം എന്താണ്? അതായത് പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഫെയിൽ ആയി കഴിഞ്ഞാൽ പ്രിൻസിപ്പളിന്റെ സ്ഥാനത്തേക്ക് വരുവാനുള്ള പകരമായി വരുവാനുള്ള ഇതാർക്കാണ്? ഷുവർട്ടിക്കാണ്. ഷുവർട്ടി സ്റ്റെപ്പ് ഇൻ ടു ദ ഷൂസ് ഓഫ് ദി പ്രിൻസിപ്പൽ ഡെപ്റ്റർ. മാത്രമല്ല അയാൾ എന്ത് ചെയ്യുന്നു? ഹി പേസ് ഓൾ ദ ലയബിലിറ്റി. അയാൾ എന്ത് ചെയ്യുന്നു? എല്ലാ ലയബിലിറ്റിയും പേ ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ കൊടുത്തു തീർക്കുന്നു. രണ്ടാമത്തെ റൈറ്റ് ടു ഇൻഡെംനിറ്റി. If the principal debtor fails to pay the debt to the creditor, ക്രെഡിറ്റർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുവാൻ പ്രിൻസിപ്പൽ ഡെപ്റ്റർ പരാജയപ്പെടുകയാണെങ്കിൽ the surety pays the guaranteed. ഷുവർട്ടി എന്ത് ചെയ്യുന്നു? എന്താണോ ഗ്യാരണ്ടി ചെയ്തത് അത് പേ ചെയ്യുന്നു, പെർഫോം ചെയ്യുന്നു. ഷുവർട്ടി എന്താണോ ക്രെഡിറ്ററോട് ഗ്യാരണ്ടി ചെയ്തിട്ടുള്ളത് ആ കാര്യം ചെയ്യുകയും ഡെപ്റ്റ് പേ ചെയ്യുകയും ചെയ്യുന്നു. After that, the surety has the right to indemnify the amount. He paid to the creditor from the principal debtor. ക്രെഡിറ്റർക്ക് ഷുവർട്ടി കൊടുത്തതായ എമൗണ്ട് പ്രിൻസിപ്പൽ ഡെപ്റ്ററിൽ നിന്നും കിട്ടുവാനുള്ള അല്ലെങ്കിൽ ഷുവർട്ടിക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടത്തെ പ്രിൻസിപ്പൽ ഡെപ്റ്ററിൽ നിന്നും നികത്തുവാനുള്ള അവകാശം ആർക്കുണ്ട്? ഷുവർട്ടിക്കുണ്ട്. കാരണം പ്രിൻസിപ്പൽ ഡെപ്റ്റർ കൊടുക്കേണ്ടതായിരുന്നു, അയാൾ ആ എമൗണ്ട് കൊടുത്തില്ല. He fails to pay the amount to the creditor. To pay the debt of the to the creditor. ക്രെഡിറ്റർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാൻ ആര് ഫെയിലായി? പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഫെയിൽ ആയാൽ എന്ത് ചെയ്യും? ഷുവർട്ടി എന്ത് ചെയ്ത് കൊടുത്തു? ഷുവർട്ടി പേസ് ദ ഗ്യാരണ്ടീഡ് എമൗണ്ട് ഓഫ് ഡെപ്റ്റ്. ഷുവർട്ടി എന്ത് ചെയ്തു? ആ എമൗണ്ട് കൊടുത്തു എങ്കിൽ then the surety has the right to indemnify the amount he paid to the creditor from the principal debtor. ക്രെഡിറ്റർക്ക് ഷുവർട്ടി കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി പ്രകാരം എന്താണോ കൊടുത്തിട്ടുള്ളത് ആ സംഖ്യ, ആ തുക ആരിൽ നിന്നും?
പ്രിൻസിപ്പൽ ഡെപ്റ്ററിൽ നിന്നും ഈടാക്കുവാൻ, വിട്ടുകിട്ടുവാൻ, നഷ്ടം നികത്തി കിട്ടുവാനുള്ള അവകാശം ഷുവർട്ടിക്കുണ്ട്. ഓക്കെ, അതാണ് റൈറ്റ് ഓഫ് സബ്രോഗേഷൻ 140 ആണ്, റൈറ്റ് ടു ഇൻഡെംനിറ്റി 145 ആണ്. ഇതാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർക്കെതിരെയുള്ള അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡെപ്റ്ററിൽ നിന്നുള്ള ഷുവർട്ടിക്കുള്ള അവകാശം. അടുത്ത നോക്കാം ആസ് അഗെയിൻസ്റ്റ് ക്രെഡിറ്റർ. ക്രെഡിറ്റർക്കെതിരെയുള്ള അവകാശങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ റൈറ്റ് ടു സെക്യൂരിറ്റീസ്. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി പ്രകാരം പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്തെങ്കിലും സെക്യൂരിറ്റി ക്രെഡിറ്റർക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ, ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി പ്രകാരം പ്രിൻസിപ്പൽ ഡെപ്റ്റർ ക്രെഡിറ്റർക്ക് എന്തെങ്കിലും സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ, ആസ് പെർ ദി കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, if the principal debtor fails, പ്രിൻസിപ്പൽ ഡെപ്റ്റർക്ക് ക്രെഡിറ്റർക്ക് കൊടുക്കാൻ സാധിക്കാതെ വരികയും ഫെയിൽ ആവുകയും നെഗ്ലക്ട് ചെയ്യുക, റിഫ്യൂസ് ചെയ്യുക, അയാൾക്ക് സാധിക്കാതെ വരികയാണെങ്കിൽ, if the principal debtor fails to pay the debt to the creditor, ക്രെഡിറ്റർക്ക് കൊടുക്കാൻ സാധിക്കാതെ വന്നാൽ അവിടേക്ക് ആര് വരും? ഷുവർട്ടി സ്റ്റെപ്പ് ഇൻടു ദ ഷൂസ് ഓഫ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. അതോടുകൂടി എന്ത് ചെയ്തു? പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഹാസ് ദ റൈറ്റ് ടു ഗെറ്റ് ദ സെക്യൂരിറ്റി. കാരണം കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി പ്രകാരം പ്രിൻസിപ്പൽ ഡെപ്റ്റർ കൊടുത്തത് ഒരു സെക്യൂരിറ്റി ആയിട്ട് കൊടുത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കിട്ടുവാനുള്ള അവകാശം ആർക്കാണ്? ഷുവർട്ടിക്കാണ്. എപ്പോൾ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ക്രെഡിറ്റർക്ക് കൊടുക്കാനുള്ള ഡെപ്റ്റ് കൊടുക്കുന്നതിൽ പരാജയപ്പെടുകയും ഷുവർട്ടി അത് കൊടുക്കുകയും ചെയ്താൽ, എന്തെങ്കിലും സെക്യൂരിറ്റി കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി പ്രകാരം നേരത്തെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ക്രെഡിറ്റർക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് കിട്ടുവാനുള്ള അവകാശം ആർക്കുണ്ട്? ഷുവർട്ടിക്കുണ്ട്. അടുത്ത നോക്കാം റൈറ്റ് ടു ക്ലെയിം സെറ്റ് ഓഫ് ചെയ്യുവാനുള്ള റൈറ്റ് ഉണ്ട്. അതായത് ക്രെഡിറ്ററിൽ നിന്നും പ്രിൻസിപ്പൽ ഡെപ്റ്ററുടെ എന്തെങ്കിലും ക്ലെയിംസ് ഉണ്ടെങ്കിൽ, ക്ലെയിം പേയ്മെന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ സെറ്റ് ഓഫ് ചെയ്ത് കിട്ടുവാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ഷുവർട്ടിക്കുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ഓഫ് സബ്രോഗേഷനുള്ള റൈറ്റ് ഉണ്ട്. ഷുവർട്ടി ആഫ്റ്റർ ദ പേയ്മെന്റ് ഓഫ് ഗ്യാരണ്ടീഡ് ഡെപ്റ്റ്, by the surety step into the shoes of the principal debtor. So he has the right to subrogation. Okay. The next one, right to insist creditor suing. അതായത് പ്രിൻസിപ്പൽ ഡെപ്റ്റർ പണം കൊടുക്കാതിരുന്നാൽ ഷുവർട്ടി കൊടുക്കണം. അപ്പൊ അത് കൊടുക്കണം എന്നുള്ളത്, ആ പണം ഇൻസിസ്റ്റ് ചെയ്യേണ്ടത് ആരാണ്? ആരാണ്? ക്രെഡിറ്ററാണ് പേയ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഫിഫ്ത് വൺ, നെക്സ്റ്റ് വൺ റൈറ്റ് അഗെയിൻസ്റ്റ് കോ ഷുവർട്ടി. മൂന്നാമത്തെ റൈറ്റ് ആണ് ഷുവർട്ടിയുടെ കോ ഷുവർട്ടിക്കെതിരെ. അതായത് ഇഫ് 2 or more sureties made guarantee to the principal debtor. പ്രിൻസിപ്പൽ ഡെപ്റ്റർക്ക് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി പ്രകാരം 2 or അതിലധികമോ വരുന്ന ആളുകളാണ് ഷുവർട്ടീസ് ആയിട്ടുള്ള ഗ്യാരണ്ടി നിന്നിട്ടുള്ളതെങ്കിൽ, ശ്രദ്ധിക്കുക, ഷുവർട്ടി ഒരാളല്ല, ഒന്നിലധികം ഷുവർട്ടീസ് ഉണ്ട് എങ്കിൽ എന്താണ് ഒരു ഷുവർട്ടിക്കുള്ള റൈറ്റ് എന്നുള്ളതാണ് കോ ഷുവർട്ടിയുടെ മുകളിൽ. ശ്രദ്ധിക്കുക, ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി പ്രകാരം പ്രിൻസിപ്പൽ ഡെപ്റ്റർക്ക് ഗ്യാരണ്ടി നിൽക്കുന്നത് ഒന്നിലധികം ആളുകളാണെങ്കിൽ, ഒന്നിലധികം ഷുവർട്ടീസ് ആണെങ്കിൽ അവർ നമുക്കെന്ന് പറയാം? കോ ഷുവർട്ടീസ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു ഷുവർട്ടിക്ക് കോ ഷുവർട്ടിയിൽ നിന്ന് എന്തെല്ലാം അവകാശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ റൈറ്റ് ടു ഷെയർ ബെനിഫിറ്റ് ഓഫ് സെക്യൂരിറ്റിയിൽ നിന്നും എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ, അതായത് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി പ്രകാരം പ്രിൻസിപ്പൽ എന്തെങ്കിലും സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ സെക്യൂരിറ്റിയിൽ നിന്നും എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതിനുള്ള വിഹിതത്തിലുള്ള അവകാശം ആർക്കുണ്ട്? കോ ഷുവർട്ടീസിനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഷുവർട്ടിക്കുണ്ട് എന്നുള്ളതാണ്. കോ ഷുവർട്ടീസ് തമ്മിൽ ഉണ്ടാകുമ്പോൾ ബാക്കിയുള്ള ഷുവർട്ടീസ് ഉണ്ടാകുമ്പോൾ അവർക്ക് ഈ സെക്യൂരിറ്റിയിൽ നിന്നും എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതിനുള്ള റൈറ്റ് ഉണ്ട്, അത് ഷെയർ ചെയ്യാൻ, അതിൻ്റെ ഒരു വിഹിതം കിട്ടുവാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ ഈക്വൽ കോൺട്രിബ്യൂഷൻ. If contract of guarantee made by the 2 or more sureties in same security or same incident or same debtor, ഒരു സെയിം ഡെപ്റ്റിന്റെ ഒരൊറ്റ ഡെപ്റ്റിനെ തന്നെ വ്യത്യസ്തമായ ആളുകൾ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി നിന്നിട്ടുണ്ട് എങ്കിൽ ഓരോ ഷുവർട്ടീസും എന്ത് ചെയ്യണം? ഈക്വൽ കോൺട്രിബ്യൂഷൻ എടുക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ഓരോ ഷുവർട്ടീസും ഈക്വൽ കോൺട്രിബ്യൂഷൻ എടുക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റൈറ്റ്സ് ഓഫ് ഷുവർട്ടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു.